പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് തെർമോഡൈനാമിക്സ് ആണ്. ആ വാക്കിനകത്ത് തന്നെ കാര്യങ്ങൾ കിടപ്പുണ്ട്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, റിലേറ്റഡ് ടു ഹീറ്റാണ്. തെർമോമീറ്റർ, തെർമോകോൾ, ഇങ്ങനെയുള്ള ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ തെർമോ ഡൈനാമിക്സ് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ മോഷനുമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആട്ടംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അങ്ങനെയുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പൊ അതാണ് തെർമോ ഡൈനാമിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുമുള്ള രണ്ട് ടേം എന്ന് പറയുന്നത് തെർമോഡൈനാമിക് സിസ്റ്റവും ഉണ്ട്, അതുപോലെ തന്നെ സറൗണ്ടിങ്സും ഉണ്ട്. തെർമോഡൈനാമിക് സിസ്റ്റവും ഉണ്ട്, സറൗണ്ടിങ്സും ഉണ്ട്. ഇപ്പൊ ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഹോട്ട് വാട്ടർ എടുത്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറെ കഴിയുമ്പോൾ ആ ഹോട്ട് വാട്ടർ എന്ത് ചെയ്യും? ഗെറ്റ് ഇറ്റ് കൂൾഡ്, തണുപ്പ് അനുഭവം, തണുത്ത് കാണും അല്ലെ? ആ ഹോട്ട് വാട്ടർ തണുത്തു എന്ന് നിങ്ങൾ പറയും. അപ്പം അവിടെയുണ്ട് നമ്മുടെ സിസ്റ്റവും ആ സറൗണ്ടിങ്ങും അവിടെയുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഹോട്ട് വാട്ടർ, അതിനെയാണ് നമ്മൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. തെർമോഡൈനാമിക് സിസ്റ്റം, തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, അപ്പൊ ഹോട്ടാണ്. ഹോട്ടായാലും കോൾഡ് ആയാലും അതൊരു തെർമോഡൈനാമിക് സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം, അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഹോട്ട് ഓബ്ജക്റ്റുമായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹോട്ട് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനും പറ്റും. അപ്പൊ അവിടെ കുറെ കഴിയുമ്പോൾ ആ ഒരു വാട്ടർ അല്ലെ ആ ഒരു ലിക്വിഡ് അത് നിങ്ങൾക്ക് തണുത്ത് കിട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതായത് എപ്പോഴാണ് ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ആകുന്നത്, എപ്പോഴാണ് ഒരു സബ്സ്റ്റൻസ് കൂൾ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെൻ യു ആർ സപ്ലൈയിങ് ഹീറ്റ് എനർജി ടു സം സബ്സ്റ്റൻസ്, അങ്ങനെ വരുമ്പോൾ അത് ഹോട്ട് ആകും, അല്ലെ അതിന്റെ ടെമ്പറേച്ചർ കൂടും. വെൻ യു ആർ റിമൂവിങ് ഹീറ്റ് ഫ്രം ദി സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൽ നിന്നും ഹീറ്റ് നിങ്ങൾ മാറ്റുമ്പോഴാണ് ആ സബ്സ്റ്റൻസ് കൂൾ ആകുന്നത് അല്ലെ? അപ്പൊ അതാണ് അവിടെ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. ഹീറ്റ് അബ്സോർവ് ചെയ്യുകയും ഹീറ്റ് റിമൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ അവിടെ അത് നമ്മൾ നോക്കുന്ന ആ സിസ്റ്റം, അതാണ് തെർമോഡൈനാമിക്. അതിൻ്റെ അകത്ത് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ ദർ. അപ്പൊ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് വെരി ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് എ വാല്യൂ ഓഫ്, അതിനൊരു കോൺസ്റ്റന്റ് പ്രഷർ ഉണ്ടായിരിക്കും, അതുപോലെ കോൺസ്റ്റന്റ് വോളിയം ഉണ്ടായിരിക്കും, അതുപോലെ അതിനൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും അല്ലെ? പ്രഷർ ഉണ്ട്. ഈ പ്രഷർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പെട്ടെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ, പ്രഷർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗ്യാസും നമ്മുടെ ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ അകത്തുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് പ്രഷർ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. അതായത് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത് ഗ്യാസസിലാണ്. പ്രഷർ കൊടുക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത് ഗ്യാസസിലാണ്. ലിക്വിഡിൽ അത്ര ഒരു ചേഞ്ച് ഉണ്ടാകത്തില്ല. അതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാ പറയുന്നത്. അതായത് പെട്രോളിയം ഗ്യാസിനെ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്ന് നോക്കാം. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മളിവിടെ സോളിഡിനെ വിടുകയാണ്. കാരണം സോളിഡിൽ പ്രഷർ കൊടുത്താൽ നോ എഫക്ട്. സോളിഡിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എഫക്റ്റും അവിടെ ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയയാണ്. അപ്പൊ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ യാതൊരു എഫക്റ്റും ഉണ്ടാകത്തില്ല. അതായത് അതിന്റെ വോളിയം കൂടുകയോ വോളിയം കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ വോളിയം കൂടുകയോ വോളിയം കുറയുകയോ ചെയ്യുന്നില്ല. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്, ആ പ്രഷർ കൊണ്ട് വലിയ എഫക്റ്റ് സോളിഡിൽ ഉണ്ടാകുന്നില്ല. അതിന്റെ റീസൺ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മോളിക്യൂൾസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആണ്.
ഇനി ഈ മോളിക്യൂൾസിൽ നിങ്ങൾ എത്ര ഫോഴ്സ് കൊടുത്താലും ഇറ്റ് കനോട്ട് മൂവ് ക്ലോസർ, കാരണം അത്രയ്ക്കും അത് എന്താണ് അടുത്ത് കഴിഞ്ഞ്, നോ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾസ്. അതുകൊണ്ടാണ് അവിടെ പ്രഷറിന് എഫക്റ്റ് ഉണ്ടാകാത്തത്. അതേസമയം തിരിച്ച് നമ്മൾ ഗ്യാസിനെ പറ്റി ചിന്തിച്ചാൽ, ഗ്യാസിനകത്ത് മോളിക്യൂൾസ് എങ്ങനെയാണ് അകന്നാണ് നിൽക്കുന്നത്. മോളിക്യൂൾസ് അകന്നാണ് നിൽക്കുന്നത് ആൻഡ് ദേ ആർ ഇൻ റാൻഡം മോഷൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. സോ ഡ്യൂ ടു ദിസ് റാൻഡം മോഷൻ ദേ കൊളൈഡ് ഈച്ച് അതർ, ദി മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ. മോളിക്യൂൾ പരസ്പരം കൊളൈഡ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം ഇറ്റ് കൊളൈഡ്സ് ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ആ കണ്ടെയ്നറിന്റെ വാൾസിലും അത് ചെന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദേ ആർ അപ്ലൈയിങ് ഫോഴ്സ്. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. ലിക്വിഡ്സിന്റെ കേസിലും അത് തന്നെയാണ്. ലിക്വിഡ്സിനകത്തും മോളിക്യൂൾസ് അത്രയും ലൂസ്ലി പാക്ഡ് അല്ല. എനിഹൗ ദേ ആർ ലൂസ്ലി പാക്ഡ്. ദാറ്റ് മീൻസ് ദേ ക്യാൻ മൂവ്, മോളിക്യൂൾസ് ക്യാൻ മൂവ്. അതുകൊണ്ടാണല്ലോ ലിക്വിഡ് മൂവ് ചെയ്യുന്നത്. അപ്പം അവിടെയും നിങ്ങൾ ഗ്യാസ് മോളിക്യൂളിൽ നിങ്ങൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഗ്യാസ് മോളിക്യൂൾ അടുത്ത് വരും. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾ കുറെ അടുത്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷറിന് ഗ്യാസിൽ ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് പറയാൻ കാര്യം അതാണ്. തിരിച്ച് ലിക്വിഡിൽ നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്താൽ ഒരു എഫക്റ്റ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കൺവേർട്ട് ഇൻ ടു സോളിഡ് ബൈ അപ്ലൈയിങ് ഫോഴ്സ് എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പൊ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഗ്യാസസിലാണ്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കണ്ടെയ്നറിനകത്ത് ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡിന് വോളിയം ഉണ്ട് ഇല്ലേ, ആ ലിക്വിഡിന് ടെമ്പറേച്ചർ ഉണ്ട്, ആ ലിക്വിഡിന്റെ മോളിക്യൂൾസ് മോഷനിലായതുകൊണ്ട് അതിന് പ്രഷർ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഗ്യാസ് കൺസിഡർ ചെയ്തു, യു ആർ ടേക്കിംഗ് സം ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ. ഓഫ് കോഴ്സ് ഇറ്റ് ഒക്കുപ്പൈസ് ദി എൻഡർ സ്പേസ് ഓഫ് ദി കണ്ടെയ്നർ. ആ കണ്ടെയ്നറിന്റെ അകത്തെ മുഴുവൻ സ്പേസും അത് ഒക്കുപ്പൈ ചെയ്യും. അത് തന്നെയാണ് ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസിന് വോളിയം ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഹാവിംഗ് റെഗുലർ വോളിയം. അതിന് റെഗുലർ വോളിയം ഇല്ല. അത് ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നോ ആ കണ്ടെയ്നറിന്റെ വോളിയം തന്നെയാണ് ആ ഗ്യാസിനുള്ളത്. ഈവൻ ഇഫ് യു ടേക്ക് സെയിം എമൗണ്ട് ഓഫ് സെയിം സബ്സ്റ്റൻസ്, ഓക്കെ, സെയിം ഗ്യാസ്. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതിനും വോളിയം ഉണ്ട്, അതിന് പ്രഷർ ഉണ്ട്, അതിന് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളുമുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ തെർമോഡൈനാമിക് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഓർക്കണം, നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൂന്ന് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ഗ്യാസ് ലോസ് എല്ലാം കൂടെ വരുന്ന ബോയ്സ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഇങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൂന്ന് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ്. അവിടെ തന്നെ പ്രഷർ ചേഞ്ച്, പ്രഷർ മെഷറബിൾ ആയിട്ടുള്ള ഗ്യാസും ലിക്വിഡും ആണ്. ദേ ടുഗദർ കോൾഡ് ഫ്ലൂയിഡ്സ്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്, അതിനെ ഫ്ലൂയിഡ്സ് എന്നാ പറയുന്നത്. അപ്പൊ ഈ ഫ്ലൂയിഡ്സിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് മൂന്നുമുള്ള പാരാമീറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ സിസ്റ്റം, തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ മുമ്പേ നമ്മൾ എടുത്തു വെച്ച ആ ഹോട്ട് വാട്ടർ, ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ എടുത്തു വെച്ച ഹോട്ട് വാട്ടർ, അത് സിസ്റ്റമാണ്. അപ്പം അതിന് ചുറ്റുമുള്ള റീജിയൻ, ഏരിയ, അവനെയാണ് നമ്മൾ സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സ് മൊത്തം തന്നെ അതിന്റെ സറൗണ്ടിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന് നിയർ ബൈ ആയിട്ടുള്ള ആ സറൗണ്ടിങ്ങിനെ പറ്റിയാണ്. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഒരു സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടെ ആ എടുത്തു വെച്ച ഹോട്ട് വാട്ടർ എന്തുകൊണ്ടാണ് തണുത്തത്, കൂളായത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, ആ ഹോട്ട് വാട്ടറിൽ നിന്നും ഹീറ്റ് സറൗണ്ടിങ്ങിലോട്ട് പോയി. ഹീറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം സിസ്റ്റം ടു ദി സറൗണ്ടിങ്. സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് പോകുന്നു. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം സിസ്റ്റം ടു ദി സറൗണ്ടിങ്. അപ്പൊ അതിനെയാണ് കൂളിംഗ് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ ചായ ഇടുന്നു, അപ്പോൾ നിങ്ങളൊരു വാട്ടർ എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഫ്രം സറൗണ്ടിങ് ടു സിസ്റ്റം ആണ്. അപ്പൊ രണ്ട് കേസിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്ങും എന്താണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ആ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ ആ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ള കണ്ടെയ്നറാണ്, അല്ലെ? അതുകൊണ്ടാണല്ലോ ത്രൂ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സിസ്റ്റം ടു ദി സറൗണ്ടിങ്.
സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ കണ്ടെയ്നർ അത് എന്താണ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് എന്താ പറയാ സിസ്റ്റവും സറൗണ്ടിങ്ങും. അപ്പൊ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് there should be temperature difference between the system and the surrounding. സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയ്ക്കായിട്ട് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പോൾ മാത്രമേ, ഞാൻ ഈ ചാപ്റ്ററിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പോഴേ എന്ത് നടക്കുള്ളൂ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാനുള്ള രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഒന്ന്, ആ വോൾസ് ഓഫ് ദി കണ്ടെയ്നർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നതായിരിക്കണം. രണ്ട്, സിസ്റ്റവും ടെമ്പറേച്ചറും തമ്മിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഇനിയും പഠിക്കാനുള്ള ഒരു ചെറിയ സംഭവം തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ്. അതിനകത്ത് ആ വാക്ക് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തേ. തെർമൽ ഇക്വിലിബ്രിയം, ഹീറ്റ് ഇക്വിലിബ്രിയത്തിലാണ്, ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തിലാണ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ? അതുലിന് പറയാൻ പറ്റുമോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ? അതുലിനെ കേൾക്കാമോ? അതിൽ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഷോണിന് പറയാൻ പറ്റുമോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ? ശരി, ഞാൻ പറയാം. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ചിന്തിച്ചു നോക്കിയേ, നിങ്ങളൊരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്നു. യു ആർ ഗിവിങ് ഹീറ്റ് എനർജി. നിങ്ങളൊരു കണ്ടെയ്നർ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങൾ അടുപ്പത്ത് വെച്ചിരിക്കുക, സ്റ്റൗവിൽ വെച്ചിരിക്കുക. നിങ്ങൾ അതിനെ ഹീറ്റ് ചെയ്യുന്നു. യു ആർ സപ്ലൈയിങ് ഹീറ്റ് എനർജി ടു ദി മോളിക്യൂൾസ്. അതിനകത്തെ മോളിക്യൂൾസിന് നിങ്ങൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ മോളിക്യൂൾസിന് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? അതിന്റെ കൈനറ്റിക് എനർജി കൂടും. ഹീറ്റ് എനർജി ഈ മോളിക്യൂൾസിന് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് നീഡ്സ് മോർ സ്പേസ് ടു ഓക്കുപൈ. അതിന് ഇരിക്കാൻ കൂടുതൽ സ്ഥലം വേണ്ടി വരും. അപ്പൊ അങ്ങനെ എല്ലാ മോളിക്യൂളും കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആസ് എ ഹോൾ യു ക്യാൻ സേ ദ ലിക്വിഡ് എക്സ്പാൻഡ്സ്. ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യും. ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും സോളിഡ് ആയാലും എല്ലാം എക്സ്പാൻഡ് ചെയ്യും. സോളിഡില്ലാത്തതിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യത്തേ ഉള്ളൂ, മൂവ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ലിക്വിഡിലും ഗ്യാസിലും അങ്ങനെയല്ല, അതിന്റെ പ്ലേസിൽ നിന്നും മോളിക്യൂൾസ് മൂവ് ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഹീറ്റ് എന്ന് പറയുന്നത് ദി ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിന്റെ എല്ലാം കൂടെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞതിൻ്റെ അകത്തുണ്ട് തെർമൽ ഇക്വിലിബ്രിയം എന്താണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു സബ്സ്റ്റൻസിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം മനസ്സിലാക്കും. ഇവിടെ നോക്കാം, ഞാൻ 2 ചേംബറുള്ള ഒരു കണ്ടെയ്നർ എടുത്തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കണ്ടെയ്നറിൽ ഞാൻ അല്പം ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓഫ് ഹയർ ടെമ്പറേച്ചർ. ഐ എം ടേക്കിംഗ് T1. രണ്ടാമത്തെ കണ്ടെയ്നർ ചേംബറിനകത്ത് വേറൊരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ T2. T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. ഇവിടെ ഈ ചേംബറിന്റെ ഈ വോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും, മാറ്ററിനെ വിടത്തില്ല. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും, പക്ഷെ മാറ്റർ അവിടെ തന്നെ ഉണ്ടാവും. മാറ്റർ എന്ന് ഉദ്ദേശിച്ചത് ഇതിനകത്തെ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇവിടുത്തെ മോളിക്യൂൾസിന് ഒന്നും സംഭവിക്കത്തില്ല. എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുത്തെ മോളിക്യൂൾസിന് ഒന്നും സംഭവിക്കത്തില്ല. മോളിക്യൂള് ഒരു സൈഡിൽ നിന്നും മറ്റു സൈഡിലോട്ട് പോകത്തില്ല, പക്ഷെ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അങ്ങനെ
ഹോട്ടർ ഓബ്ജക്റ്റിൽ നിന്നും ഈ കോൾഡർ ഓബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആകും. എപ്പോൾ വരെ ഹീറ്റ് ട്രാൻസ്ഫർ ആവും? രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. രണ്ടിന്റെയും ഹീറ്റ് ഈക്വൽ ആകുന്നത് വരെ അല്ല, രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ടെമ്പറേച്ചറും, അതായത് T1 ഈസ് ഈക്വൽ ടു T2 ആയി. T1 ഈസ് ഈക്വൽ ടു T2 ആയി. ഞാൻ വീണ്ടും പറയുന്നു, ടെമ്പറേച്ചർ ഈക്വൽ ആവുകയോളമാണ്, ഹീറ്റ് ഈക്വൽ ആവുകയോളമല്ല. പല കുട്ടികളും എഴുതി വെക്കാറ് ഹീറ്റ് ഈക്വൽ ആവുന്നവരെ ട്രാൻസ്ഫർ ആവുന്ന. അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ട്. കാരണം ഒന്നെങ്കിൽ ഇവിടുത്തെ സബ്സ്റ്റൻസും ഡിഫറെന്റ് ആയിരിക്കും, അതായത് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ സബ്സ്റ്റൻസിന്റെ മാസും ഇവിടുത്തെ സബ്സ്റ്റൻസിന്റെ മാസും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരെണ്ണത്തിന് നഷ്ടപ്പെടുന്ന ഹീറ്റ് എനർജി തന്നെയാണ് മറ്റേതിന് കിട്ടുന്നത്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ സബ്സ്റ്റൻസിന് 10 ജൂൾ ഹീറ്റ് ലോസ് ആയി എങ്കിൽ അത്രയും ഹീറ്റാണ് ഇതിന് കിട്ടിയത്, 10 ജൂൾ തന്നെയാണ്. പക്ഷെങ്കിൽ ഇതിന് ഉണ്ടായ ഫോൾ ഇൻ ടെമ്പറേച്ചറും ഇവിടെ ഉണ്ടായ റൈസ് ഇൻ ടെമ്പറേച്ചറും ഡിഫറെന്റ് ആയിരിക്കും. കാരണം രണ്ടും രണ്ട് സബ്സ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടിന്റെയും മാസ് ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഫോൾ ഇൻ ടെമ്പറേച്ചറും റൈസ് ഇൻ ടെമ്പറേച്ചറും. ഞാൻ ഇവിടെ പറഞ്ഞത് ഇവിടെ നിന്നും കോൾഡർ ബോഡി അല്ലെ ഹോട്ടർ ബോഡിയിൽ നിന്നും കോൾഡർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകും. എപ്പോൾ വരെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? രണ്ടിന്റെ ഈ ടെമ്പറേച്ചർ ഈക്വൽ ആകുവോളമാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആയതുകൊണ്ട് യു ക്യാൻ സേ ദാറ്റ് ബോത്ത് ദി ലിക്വിഡ്സ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഇനി നോ മോർ ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ദർ. അവിടെ ഇനി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല. അതാണ് തെർമൽ ഇക്വിലിബ്രിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അപ്പം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്. തെർമൽ ഇക്വിലിബ്രിയവും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എല്ലാം ഒരേ കാര്യങ്ങൾ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഒരേ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ തെർമൽ ഇക്വിലിബ്രിയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ തെർമോഡൈനാമിക്സിലെ ആദ്യത്തെ ലോ പഠിക്കാൻ പോവുകയാണ്, സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ZEROTH, സെറോത്ത്, ZEROTH, സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇവിടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടക്ടിങ് വോളാണ്. അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആകും. എപ്പോൾ വരെ? അണ്ടിൽ ബോത്ത് അറ്റൈൻസ് ദി സെയിം ടെമ്പറേച്ചർ. എന്നാൽ ഇവിടെ കണ്ടക്ടിങ് വോൾ അല്ല ഞാൻ എടുക്കുന്നത്, പകരം അഡിയാബാറ്റിക് വോൾ. അഡിയാബാറ്റിക് വോൾ, അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്ടിങ് വോൾ. അഡിയാബാറ്റിക് വോൾ എന്ന് പറയുമ്പോൾ നോൺ കണ്ടക്ടിങ് ആണ്. അപ്പൊ അങ്ങനെ ഞാൻ എ എന്ന് പറയുന്ന ഒരു ചേംബർ, അതിനകത്ത് T1 ടെമ്പറേച്ചറിലുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന വേറൊരു ചേംബർ, ഈ ചേംബർ രണ്ടും തമ്മിൽ അഡിയാബാറ്റിക് വോളാണ് ഉള്ളത്. ബി എന്ന് പറയുന്ന ചേംബർ, അതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ T2 ആണ്. ഇത് അഡിയാബാറ്റിക് വോളാണ് എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്ടിങ് വോളാണ്. വെളിയിലോട്ടും പോകുന്നില്ല, എല്ലാം അഡിയാബാറ്റിക് വോൾ തന്നെയാണ്. പക്ഷെങ്കിൽ മേലത്തെ വോൾ എന്ന് പറയുന്നത് കണ്ടക്ടിങ് വോളാണ്. ഞാൻ ഇവിടേക്ക് മൂന്നാമത് വേറെ ഒരു ടെമ്പറേച്ചറിലുള്ള സി എന്ന് പറയുന്ന T3 ടെമ്പറേച്ചറിലുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തു. അപ്പൊ ഇവിടെ 3 സബ്സ്റ്റൻസ് ഉണ്ട് അല്ലേ? എ എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് 3 സബ്സ്റ്റൻസസ്, സിസ്റ്റം ഓഫ് 3 ചേംബേഴ്സ് അറ്റ് 3 ഡിഫറെന്റ് ത്രീ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണല്ലോ. അപ്പൊ ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ബട്ട്
You know, all these three are at different temperatures. Temperature മൂന്നും different ആണ്. But after some time, you can see that T1, T2, 3, all the three temperatures becomes constant. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്നോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. എയിൽ നിന്നും സിയിലോട്ടുണ്ടാവാം, തിരിച്ച് സിയിൽ നിന്നും എയിലോട്ടുണ്ടാവാം, ബിയിൽ നിന്നും സിയിലോട്ടുണ്ടാവാം, തിരിച്ച് സിയിൽ നിന്നും ബിയിലോട്ടുണ്ടാകാം. അത് കണ്ടക്ടിങ് വോളാണ്, അത് കണ്ടക്ടിങ് വോളാണ്. മനസ്സിലായോ? അതായത് ഡയാതെർമിക് വോൾ എന്ന അതിനെ പറയുന്നത്. കണ്ടക്ടിങ് വോളിന് പറയുന്ന പേര് ഡയാ രണ്ട് സൈഡിലോട്ടും ഉണ്ട്. തെർമിക്, തെർമോ ഹീറ്റ്. അപ്പൊ ഡയാതെർമിക് വോൾ എന്നാ പറയുന്നത്. രണ്ട് സൈഡിലോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഇത് അഡിയാബാറ്റിക് വോൾ ആണ്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ എനിഹൗ two systems are in different temperature and they are in contact with another system of another temperature, and these two systems are separated by adiabatic wall, but A and C, B and C, they are connected by diathermic wall. So after some time all the three systems attains the same temperature, or they are in equilibrium. They attain a equilibrium. അവിടെ ഒരു equilibrium attain ചെയ്യും. ഇതാണ് സെറോത്ത് ലോ പറയുന്നത്. മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായല്ലോ? അപ്പൊ സെറോത്ത് ലോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെ കൈ ഒന്ന് ഉയർത്തിയാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ? അപ്പൊ സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നിങ്ങൾ ചെറിയ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ മറന്നുപോകും. ഒന്ന് നോട്ട് ചെയ്തേ, സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നോട്ട് ചെയ്തേ. ഞാൻ പറയുന്ന എഴുതിയാൽ മതി. സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹെഡിങ് എഴുതുക, സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. If two system, capital A and capital B, if two systems A and B are separately in thermal equilibrium, with a third system C, then A and B are also in thermal equilibrium. അപ്പം ശരിക്കും സെറോത്ത് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ടെമ്പറേച്ചർ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ്? വിച്ച് ഹാസ് ദി സെയിം വാല്യൂ വെൻ two or more systems are in equilibrium. അപ്പം ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരേപോലെ വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, വോളിയവും അല്ല, പ്രഷറും അല്ല. അതാണ് ശരിക്കും തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ അകത്ത് ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു 3 ടേം എന്താണെന്ന് പറയാം. അതിൽ ഒരെണ്ണം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹീറ്റ് എന്ന് പറയുന്ന ടേം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹീറ്റ് ഉണ്ട്, ഇന്റേണൽ എനർജി ഉണ്ട്, പിന്നെ വർക്ക് ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കാം. ഹീറ്റ് ഉണ്ട്. ഹീറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇനി അത് പറയേണ്ട കാര്യമില്ല. അതായത് ഹീറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ആണ്. ഹീറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ആണ്. പക്ഷെങ്കിൽ ഇന്റേണൽ എനർജി എന്താണെന്നുള്ളത് നോക്കണം. അപ്പൊ അതിന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിക്കാം. നിങ്ങൾ ഒരു പാത്രത്തില് അല്ലെ ഒരു ടെസ്റ്റ് ട്യൂബില് കുറച്ച് റിയാക്ടൻ്റ് എടുക്കുന്നു. എടുത്തിട്ട് അതിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നു. ഞാൻ ഇച്ചിരി മുമ്പ് നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഹീറ്റ് ചെയ്യുമ്പോൾ
ഹീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യു ആർ സപ്ലൈങ് ഹീറ്റ് എനർജി ആൻഡ് ദിസ് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദി മോളിക്യൂൾസ്. ആ സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂൾസ് ഈ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ മോളിക്യൂൾസിന്റെ എല്ലാ എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ട് അത് അതിനകത്തുകൂടെ കൂടുതൽ സ്പീഡിൽ ഓടി നടക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ മോളിക്യൂൾസ് ഒരു കാരണവശാലും അതായത് ബോയിൽ ചെയ്യുന്നതിന് മുമ്പുള്ള കേസാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ബോയിൽ ചെയ്യുമ്പോഴത്തെ കേസ് വേറെയാണ്, ആ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നതിന് മുമ്പുള്ള കേസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ മോളിക്യൂൾസ് അതിനകത്തോട് ഓടി നടക്കും. പക്ഷെ ഒരിക്കലും ആ മോളിക്യൂള് ആ കണ്ടെയ്നറിനകത്തുനിന്ന് വെളിയിലേക്ക് പോവില്ല. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഉണ്ട്. ആ മോളിക്യൂൾസ് ആ കണ്ടെയ്നറിനകത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ മോളിക്യൂൾസിന് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൈനറ്റിക് എനർജിയും, അപ്പം ഈ കൈനറ്റിക് എനർജിയെയും ആ പൊട്ടൻഷ്യൽ എനർജിയെയും കൂടെ ചേർത്താണ് നമ്മൾ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ്. അവിടെ ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇറ്റ്സ് സെന്റർ ഓഫ് മാസ് ഈസ് അറ്റ് റെസ്റ്റ്. ദെൻ വാട്ട് ഈസ് സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷന്റെ അകത്ത് സെന്റർ ഓഫ് മാസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇപ്പം അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും, കുട്ടികൾ എന്താ പറയുക, ഈ ബുക്കൊക്കെ ഇങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബുക്കൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കും, അതുപോലെ അത് റൊട്ടേറ്റ് ചെയ്യും. ചിലർ സ്കെയിലൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കും. അതായത് നമ്മളൊരു സബ്സ്റ്റൻസിനെ ബാലൻസ് ചെയ്യുന്നത് എപ്പോഴാണ്? അതിന്റെ വെയിറ്റ് മാസ് ഉള്ളപ്പോഴാണല്ലോ വെയിറ്റ് ഉള്ളത്. വെയിറ്റ് താഴോട്ടാണ്, അതിന് എഗനസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾസ് ഉണ്ട്, എല്ലാ ഭാഗത്തും മാസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എല്ലാ ഭാഗവും വേണേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ എന്നിട്ടും ആ കുട്ടി അതിന്റെ ഒരു പോയിന്റിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള മാസ് താഴേക്ക് വരേണ്ടതാണ്, പക്ഷെ ബാക്കിയുള്ള മാസ് താഴേക്ക് വരുന്നില്ല. എന്താ കാര്യം? The entire mass is considered to be concentrated at that particular point. അതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെയും മാസ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള മാസ് ഒന്നും താഴേക്ക് വിടാത്തത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നതും അത് തന്നെയാണ്. എന്താണ് ദി ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്? സം ഓഫ് മോളിക്കുലാർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദി ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മുടെ ആ സിസ്റ്റം അല്ലെ, ഇൻ ദി സിസ്റ്റം. പക്ഷെങ്കിൽ ഇറ്റ്സ് എ സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ്. സെന്റർ ഓഫ് മാസ് റെസ്റ്റിലായിരിക്കണം. സെന്റർ ഓഫ് മാസ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതുള്ള ഒരു ഭാഗം വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് അടച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാം, ഈ എടുത്തിരിക്കുന്ന ലിക്വിഡിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വോളിയം, ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്. ആ ലിക്വിഡിന് ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട്. ആ ലിക്വിഡിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സിസ്റ്റം. അതിനെ ഒരു സിസ്റ്റം എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. നൗ വാട്ട് ഐ ഡു, ഐ ആം ജസ്റ്റ് ഹീറ്റിംഗ് ഇറ്റ്. ഞാൻ അതിനെ ഹീറ്റ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇതിൻ്റെ അകത്തെ എല്ലാ മോളിക്യൂളിനും എനർജി കിട്ടും.
അങ്ങനെ വരുമ്പോൾ മോളിക്യൂൾസ് അതേ മോളിക്യൂൾസിന്റെ റാൻഡം മോഷൻ അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി കൂടും. അപ്പം ഇറ്റ് നീഡ്സ് മോർ സ്പേസ് ടു ഓക്കുപ്പൈ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ സ്പേസ് വേണം എന്ന് പറയുമ്പോൾ ഈ പിസ്റ്റൺ സ്വാഭാവികമായിട്ടും മുകളിലോട്ട് വരും. അത് മുകളിലോട്ട് വരും. അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ആ പിസ്റ്റൺ മുകളിലോട്ട് വന്നു. അതായത് ഇത്രയും ഡിസ്പ്ലേസ്മെന്റ്, ഐ ടേക്ക് ഇറ്റ് as dx. dx എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകുന്നു. dx എന്ന് പറയുന്നത്, അതായത് ഈ ലിക്വിഡ് ഈ പിസ്റ്റണിനെ ഒരു dx ഡിസ്റ്റൻസ് മുകളിലോട്ട് നീക്കി. ആ ലിക്വിഡ് അത് നീക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു വർക്ക് ചെയ്ത് മുകളിലോട്ട് നീക്കണമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ലിക്വിഡ് അതിനെ നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ഫോഴ്സ് ഉണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവിടെ പ്രഷർ ഉണ്ട്. കാരണം പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. അവിടെ പ്രഷർ ഉണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതായത് യു ക്യാൻ സേ ദാറ്റ് അവിടെ എന്താണ്, വർക്ക് ഉണ്ട്. അപ്പം when you are heating a substance, I mean liquid, not solid. When you are heating a liquid, gas also can be. ഗ്യാസിനും സംഭവിക്കും. സോളിഡിനെ വിട്ടേക്കുക. സോളിഡ് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്, അതവിടെ വെച്ചിരിക്കുക. ഒരു ലിക്വിഡിനെയോ ഒരു ഗ്യാസിനെയോ നിങ്ങൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും, അല്ലെ അതിന്റെ മോളിക്യൂൾസിന് അല്പം എനർജി കിട്ടും. സോ ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് ആ ഒരു എക്സ്പാൻഷൻ മൂലം or these liquids or the gases can do work on this piston. ആ പിസ്റ്റണിൽ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് അവിടുത്തെ വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. വർക്ക് എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേസ്മെന്റ്, പിസ്റ്റൺ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, പിസ്റ്റണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ കാരണം ഔത്തേൽ ഫോഴ്സ് വന്നതാണ്. അതാണ് വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് സൈൻ കൺവേർഷൻ കൂടെ നമുക്ക് പറയണം. അതായത് സൈൻ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഹീറ്റ് വെളിയിൽ നിന്നും അബ്സോർബ് ചെയ്യുകയാണ് എങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം. ഹീറ്റ് റിലീസ്ഡ് ബൈ എ സിസ്റ്റം, വെളിയിലേക്കാണ് ഹീറ്റ് ഇടുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. ഇപ്പൊ ഇവിടെ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം പോസിറ്റീവായിട്ട് എടുക്കണം. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണം. ആ രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി പോസിറ്റീവായിട്ട് എടുക്കണം. ഡിക്രീസ് ആണെങ്കിൽ, ഇന്റേണൽ എനർജിയുടെ കാര്യമാണ്, ഡിക്രീസ് ആണെങ്കിൽ നിങ്ങളത് നെഗറ്റീവായിട്ട് എടുക്കണം. അത്രയും കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലൊന്ന് റിവൈൻഡ് ചെയ്ത് എന്നാലേ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം പറഞ്ഞത് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് സറൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് പറഞ്ഞു, അല്ലെ? പിന്നെ നമ്മൾ സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. ആ മൂന്നെണ്ണം കൂടെ ഇക്വിലിബ്രിയത്തിൽ വരുന്ന കാര്യം. സെറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. ഹീറ്റ് എന്താണെന്ന് പറഞ്ഞു, ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞു, ഇന്റേണൽ എനർജി എന്താണെന്ന് പറഞ്ഞു, വർക്ക് ഡൺ എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയെങ്കിൽ നിങ്ങൾക്കത് അതിൽ പറഞ്ഞിട്ടുണ്ട് സൈൻ കൺവെൻഷൻ ഒന്നുകൂടെ പറയണമെന്ന്. അപ്പൊ ഞാനത് നിങ്ങൾ എഴുതി വെക്കുക. പോയിന്റ് ചെയ്യാൻ പറയാം, എഴുതി വെക്കുക. അത് മാറിപ്പോകാൻ സാധ്യതയുള്ളതാ, അതുകൊണ്ട് എഴുതി വെക്കുക. പറയട്ടെ. ഒന്നാമത്തെ പോയിന്റ് എഴുതിയോ? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം, heat absorbed by a system is positive. Heat absorbed by a system is positive. And heat given out by a system is negative. Heat given out by a system is negative.
എഴുതി വെക്കണം. ഹീറ്റ് ഗിവൺ ഔട്ട് ബൈ എ സിസ്റ്റം ഈസ് നെഗറ്റീവ്. നെക്സ്റ്റ് വർക്ക് ഡൺ, അത് ഹീറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത വർക്ക് ഡണ്ണിന്റെ കാര്യം പറയുന്നത്. വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഈസ് പോസിറ്റീവ്. വർക്ക് ഡൺ by a system is positive and work done on a system is negative. Work done on a system is negative. അടുത്ത മൂന്നാമത്തെ ഇന്റേണൽ എനർജിയാ പറയുന്നത്. ദി ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി, ദി ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി, ദി ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് പോസിറ്റീവ്. ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് പോസിറ്റീവ്. And a decrease in internal energy, decrease in internal energy of a system is negative. Increase in internal energy positive ആണ്, decrease in internal energy negative ആണ്. ഓക്കെ, കുഞ്ഞുങ്ങളെ മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞു വർക്ക് ഡൺ ഉണ്ടെന്ന് പറഞ്ഞു. ആ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നും കൂടെ ഒന്ന് നോക്കാം. അതായത് വർക്ക് ഡൺ കാണുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് നിങ്ങൾ എങ്ങനെ കാണുന്നത്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അല്ലെ, ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയയാണ്. അത് ഞാൻ ഇതിൻ്റെ ഒത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് dx ആണ്. ശരിയല്ലേ? അപ്പം ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് ചെറിയ വർക്ക് ഡൺ എന്നേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചെറിയ വർക്ക് ഡൺ, ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ചെറിയ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു dx. പക്ഷെ നിങ്ങൾക്കറിയാം dw ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു dx എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് വോളിയമാണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് dv, pdv എന്ന് എഴുതാം അല്ലേ? അപ്പം സപ്പോസ് യു ഹാവ് ടു ഫൈൻഡ് ദി വർക്ക് ഡൺ ഇൻ മൂവിങ് ഇറ്റ് ഫ്രം ഓർ ഇൻ ചേഞ്ചിങ് ഇറ്റ്സ് വോളിയം ഫ്രം v1 ടു v2. കാരണം ഇവിടെ ചേഞ്ച് ഇൻ വോളിയം എടുത്തതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ ഇൻ ചേഞ്ചിങ് ഇറ്റ്സ് വോളിയം ഫ്രം v1 ടു v2 എന്ന് പറയുന്നത് ഇന്റഗ്രൽ v1 ടു v2 pdv എന്നെടുക്കാം. ഇന്റഗ്രൽ v1 ടു v2 pdv എന്നെടുക്കാം. മനസ്സിലായോ നിങ്ങളെ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് കൈവയ്ക്കാൽ മതി. ഒന്നുമില്ല, ഇത് സംഭവം ഇവിടെ എങ്ങനെയാണ് dv എന്ന് വന്നത് എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകും. അത് നമുക്കറിയാം, ഇതൊരു സിലിണ്ടർ ആണ്. അതിൽ a എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ബേസ് ഏരിയ ആണ്. dx എന്ന് പറയുന്നത് ആ ഇൻക്രീസ് വോളിയത്തിൽ വന്നേക്കുന്ന ഇൻക്രീസ്, അത്രയും ഭാഗം മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യാവൂ. അത്രയും ഭാഗത്തെ ഡിസ്റ്റൻസ് ആണ് dx എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വോളിയം ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഭാഗമായിരുന്നു, ബേസ് ഏരിയ ഇൻറ്റു ഇത്രയും ഹൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വോളിയം ഇത്രയുമായി, ബേസ് ഏരിയ ഇൻറ്റു ഇത്രയും ഹൈറ്റ് ആയി. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ dv, ആ വോളിയത്തെ dv എന്നെടുക്കുന്നു. ഇനി ഇത് നമുക്കൊരു ഗ്രാഫ് ഉപയോഗിച്ചിട്ടും ഒരു ഗ്രാഫിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ വോളിയം x ആക്സിൽ എടുത്തു, പ്രഷർ y ആക്സിൽ എടുത്തു. എനിക്ക്
ആരെങ്കിലും ഒരാൾ പറയണം പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും എന്ന് ആരെങ്കിലും ഒന്ന് പറയുമോ? അതായത് ഞാൻ പറയാം, നിങ്ങളൊരു ചെറിയ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ടെമ്പറേച്ചർ ആണ്, അടുത്ത പ്രഷറാണ്, അടുത്ത വോളിയമാണ്. ഇതിൽ ആദ്യം ടെമ്പറേച്ചർ നിങ്ങൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇവിടെ എഴുതാം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് പ്രഷർ കൂട്ടുക, അപ്പൊ വോളിയത്തിന് എന്ത് സംഭവിക്കും? അല്ലെ വോളിയം കൂട്ടുക, പെട്ടെന്ന് മനസ്സിലാവും. വോളിയം കൂട്ടുക, പ്രഷറിന് എന്ത് സംഭവിക്കും? അതിന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു ഇൻഫ്ലേറ്റഡ് ബലൂൺ എടുക്കുന്നു, ബലൂൺ ഊതി വീർപ്പിക്കുന്നു. അപ്പം അതൊരു കുറച്ച് വീർത്തിട്ടുണ്ട്, അതായത് അതിന് കുറച്ച് വോളിയം ഉണ്ട്. നിങ്ങൾ അവിടുത്തെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതായത് വോളിയം കുറയ്ക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദി പ്രഷർ ഇൻസൈഡ്? അതിനകത്തെ പ്രഷറിന് എന്ത് സംഭവിക്കും? അപ്പോ കറക്റ്റ്, വെരി ഗുഡ്. അതായത് പ്രഷർ വോളിയം കുറച്ചപ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസ് കൂടുതൽ അടുത്തു, അല്ലെ മോളിക്യൂൾസിന് ഇരിക്കാനുള്ള സ്ഥലം കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും കൊളീഷൻ കൂടും, അല്ലെങ്കിൽ പ്രഷർ കൂടും. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ്. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അതായത് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ്, വോളിയം അങ്ങോട്ട് കൂടുകയാണ്, അപ്പൊ പ്രഷർ കുറഞ്ഞു വരണം. അപ്പൊ നമ്മളുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാ വരിക. കണ്ടോ? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി. അപ്പൊ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെയാ വരിക. ഇതിനകത്തു നിന്നും ഇപ്പൊ നമുക്ക് അപ്പൊ ഇത് ഇനിഷ്യൽ പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്. ഇവിടുത്തെ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അവിടെ വന്നപ്പോ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്, P2 ആണ്. പക്ഷെ വോളിയം കൂടിയിട്ടുണ്ട്, V2 ആണ്. കണ്ട? ഇതിന്റെ ഇടയ്ക്കുള്ള ഇൻ ബിറ്റ്വീൻ, ഇതിനിടയ്ക്കുള്ള വളരെ ചെറിയ ഒരു ഭാഗം ഞാൻ എടുക്കുന്നു. വളരെ ചെറിയൊരു ഭാഗം ഞാൻ എടുക്കും. അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ റെക്ടാങ്കിൾ. അപ്പൊ ഇതിന്റെ ഏരിയ, ആ റെക്ടാങ്കിളിന്റെ ഏരിയ ഞാൻ കാണുകയാണ്. ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഭാഗത്തെ ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതായത് ഈ സൈഡ് പ്രഷറാണ്, ഈ സൈഡ് വോളിയമാണ്. ഇത്രയും വോളിയമാണ്. പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. അതായത് ഏരിയ അണ്ടർ ദി പ്രഷർ വോളിയം ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. ഏരിയ അണ്ടർ ദി പ്രഷർ വോളിയം ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. കുട്ടികളെ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. ഏരിയ അണ്ടർ ദി പ്രഷർ വോളിയം ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. മനസ്സിലായോ? അത് വർക്ക് ഡണ്ണിന് ഈക്വലാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള വർക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഇതാണ് ഇനിഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. എങ്ങനെയായിരിക്കും ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക? ഇത് ചെറിയൊരു ടെമ്പറേച്ചർ, ഒരു വോളിയം ഡിഫറൻസേ ഉള്ളൂ, ചെറിയൊരു വോളിയമാണ്. അപ്പൊ പി ഇൻറ്റു ചെറിയ വോളിയമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് DW ആണ്. അങ്ങനെ കുറെ ചെറിയ ഭാഗങ്ങളായിട്ട് നിങ്ങൾ വർക്ക് എനർജി തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ കുറെ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗത്തിന്റെ ഏരിയ കാണുന്നു, ഓരോ ഭാഗത്തിന്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ഏരിയ കിട്ടും. അതിലും ഭേദം ഈ ഇക്വേഷൻ നോക്കിയാൽ പോരെ. V1 മുതൽ V2, ഇതാണല്ലോ V1 മുതൽ V2 വരെയുള്ള മുഴുവൻ PdVയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, അതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. കണ്ടോ? അപ്പോൾ ശരിക്കും ഈ റിലേഷന്റെ ഗ്രാഫാണ്. മനസ്സിലായല്ലോ? ഇവിടെ ചെറിയ റെക്ടാങ്കിൾസിന്റെ ഏരിയ കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും.
ടോട്ടൽ വർക്ക് ഡൺ ഇൻ ചേഞ്ചിങ് ഇറ്റ്സ് വോളിയം ഫ്രം V1 to V2. V1ൽ നിന്നും വോളിയം V2യിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഡൺ, അതായത് നിങ്ങൾ ഇൻഫ്ലേറ്റഡ് ബലൂണിനെ കുറേശ്ശെയായിട്ട് ആദ്യ ഫുൾ വോളിയം ഉണ്ടായിരുന്നു V1 ആണ്, നിങ്ങൾ കുറേശ്ശെയായിട്ട് പ്രസ് ചെയ്തിട്ട് വോളിയം V2 ആക്കി മാറ്റി. അപ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക് ഡൺ കാണാനായിട്ടാണ് ഇന്റഗ്രൽ V1 to V2 PdV എന്നെടുക്കുന്നത്. ക്ലിയർ ആയോ കുട്ടികളെ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണല്ലോ? ശരി. ഇനി നമുക്ക് എന്താണ്, രണ്ട് ടൈപ്പിലുള്ള പ്രോസസ് ഉണ്ട്, സൈക്ലിക് പ്രോസസ്സും നോൺ സൈക്ലിക് പ്രോസസ്സും. ഒരു സെക്കൻഡ്. നമുക്ക് രണ്ട് ടൈപ്പിലുള്ള പ്രോസസ് ഉണ്ട്, സൈക്ലിക് പ്രോസസ്സും നോൺ സൈക്ലിക് പ്രോസസ്സും എന്ന് പറയും. ഇത് നിങ്ങൾ വേറെ രീതിയിൽ കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട്, ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്, അത് വീണ്ടും പഴയ രീതിയിലേക്ക് എത്തത്തില്ല. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്, അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക്. അത് തന്നെയാണ് ഇവിടെ സൈക്ലിക്കും നോൺ സൈക്ലിക്കും എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോ ഇവിടെ നോക്കുക, ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, വോളിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വോളിയം വന്നു, അവിടെ അത് ഫിക്സ് ആയി. അപ്പൊ അവിടെ അത് നോൺ സൈക്ലിക് ആണ്. അതേസമയം വേറെ ചില എന്താണ് എക്സാമ്പിൾസ് ഉണ്ട്, അല്ലെ വേറെ ചില പ്രോസസ് ഉണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം. വേറെ ചില പ്രോസസ് ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ വോളിയം എടുത്തു, ഇവിടെ പ്രഷർ എടുത്തു, കണ്ട വോളിയം ഉണ്ട്, പ്രഷറും ഉണ്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഇപ്പോൾ V1 എന്ന് പറയുന്ന വോളിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, വോളിയം V2 ആയി. അപ്പൊ ഇവിടെ ചെയ്ത വർക്ക് കാണാൻ നിങ്ങൾക്കറിയാം. എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എക്സ്. ഈ പോയിന്റിനെ എക്സ് എന്ന് മാർക്ക് ചെയ്യുന്നു, ഇത് എ എന്ന് കൊടുക്കുന്നു, V2 ഒക്കെ അവിടെ കിടക്കട്ടെ. ഇത് ബി എന്ന് കൊടുക്കുന്നു, ഇത് സി എന്നെടുക്കുന്നു, ഡി എന്നെടുക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ വർക്ക് ഡൺ കാണാൻ, വർക്ക് ഡൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് വോളിയം V1ൽ നിന്നും V2 ആകുന്നു. അപ്പോഴത്തെ വർക്ക് ഡൺ കാണാൻ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്, അതായത് ഏരിയ ഓഫ് AXBCD ആ ഭാഗത്തിന്റെ ഏരിയ ആണ്. തിരിച്ച് നിങ്ങൾ മുമ്പേ നിങ്ങൾ മുമ്പേ ഫോഴ്സ് കൊടുത്തപ്പോഴാണ് ഇതിന്റെ വോളിയം ഇങ്ങനെ ആയെങ്കിൽ ആ ഫോഴ്സ് നിങ്ങൾ കുറേശ്ശെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും തിരിച്ച് ഇവിടെ എത്തും. അതായത് ഇവിടെ y എന്ന് പറഞ്ഞാൽ ആ പാത്തിലൂടെ അത് അവിടെ എത്തും. അതായത് വർക്ക് ഡൺ, അവിടുത്തെ വർക്ക് ഡൺ W1 എന്നും W2 എന്നും കൊടുക്കാം. അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി പാത്ത്. ഏരിയ ഓഫ് ദി പാത്ത് ഏതാണ്? AYBCD. AYBCD ആണോ? പക്ഷേ അങ്ങോട്ടുള്ള വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടുള്ള വർക്ക് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ മൈനസ് എടുക്കണം. ഒന്ന് പോസിറ്റീവ് ആണ്, കാരണം ഓൺ ദി സിസ്റ്റം ആണ്. രണ്ട്, നിങ്ങൾ കൈ അങ്ങ് മാറ്റുമ്പോൾ ഈ ബലൂൺ തന്നെത്താനേ വരികയാണ്. ബൈ ദി സിസ്റ്റം ആണ്. അപ്പൊ ഓൺ ദി സിസ്റ്റം നമ്മളും ബൈ ദി സിസ്റ്റം ഒരെണ്ണം പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ അടുത്തത് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ട് എടുക്കണം. അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആണ്. W എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആണ്. അതായത് ഏരിയ ഓഫ് AXBCD മൈനസ് വരും ഏരിയ ഓഫ്
AYBCD. അത് ഏതിന്റെ ഏരിയ? ദാ ഈ ഏരിയയിൽ നിന്നും ഈ ചെറുതിന്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ കിട്ടും അല്ലേ? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കിട്ടും, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ക്ലോസ്ഡ് പാത്ത് AXBYA കിട്ടും. അതാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈസ് ദി ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് റീജിയൻ. ആ ഷെയ്ഡഡ് പാർട്ട് അതിന്റെ ഏരിയ ആണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഈ ഭാഗത്തൊന്നും ഇക്വേഷൻസ് ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്ന ഭാഗത്തിന്റെ തെർമോഡൈനാമിക്സ് ലോസ് പഠിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ ഇക്വേഷൻസ് ഒന്നുമില്ല. അപ്പൊ പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ ഒന്ന് രണ്ട് കൺക്ലൂഷൻസ് നോട്ട് ചെയ്യണം. അതായത് ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത്, ഫോർ എ സൈക്ലിക് പ്രോസസ്, വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ലൂപ്പാണ്. വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ലൂപ്പാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താലോ? നിങ്ങളൊരു കാര്യം ചെയ്ത് ഈ ഗ്രാഫ് ഒന്ന് വരച്ചേ. സൈക്ലിക് പ്രോസസ്സിന്റെ ഗ്രാഫാണ്. സൈക്ലിക് പ്രോസസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഗ്രാഫ് ഒന്ന് വരച്ചേ. അവിടെ V1 ഉണ്ട്, ഈ വോളിയം വേണമെന്നില്ല, അത് എന്ത് പ്രഷറും ആകാമല്ലോ. ഇവിടെ ഇപ്പം വോളിയം ആണെന്നുള്ളത്, പ്രഷറിനും ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. ഇതൊന്ന് വരച്ചാൽ മതി, ഇതൊന്ന് വരച്ചാൽ മതി. വരച്ചിട്ട് ഞാൻ പറയുന്നത് എഴുതണം. എന്നിട്ട് എഴുതിക്കോ, വർക്ക് ഡൺ by the gas during the expansion. Work done by the gas during the expansion. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ആ തെർമോഡൈനാമിക് പ്രോസസ് പഠിക്കാൻ പറ്റത്തുള്ളൂ. വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ. W1 is equal to area of AXBCD. W1 is equal to area of AXBCD. അടുത്ത വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് ഡ്യൂറിങ് കംപ്രഷൻ. വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് ഡ്യൂറിങ് കംപ്രഷൻ. W2 is equal to minus area AYBCD. എന്നിട്ട് എഴുതുക ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് സൈക്ലിക് പ്രോസസ്. Total work done during cyclic process. W is equal to W1 plus W2. ഇത് എഴുതുക. That is area of AXBCD minus area of AYBCD is equal to area. ഇവിടെ ഏരിയ എന്ന് എഴുതിയില്ലല്ലോ. Area of AXBYA. That is, ഇതെഴുതിയെങ്കിൽ that is രണ്ട് മൂന്ന് പോയിന്റ് ആയിട്ട് എഴുതണം. ആ പോയിന്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ദാറ്റ് ഈസ് ഒന്നാമത്തെ പോയിന്റ്. വർക്ക് ഡൺ പെർ സൈക്കിൾ ഈസ് വർക്ക് ഡൺ പെർ സൈക്കിൾ ഈസ് work done per cycle is numerically equal to the area of the loop. Numerically equal to the area of the loop.
എഴുതിയ രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. If the closed loop is traced in the clockwise direction. നോക്കി, ഇത് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. നമ്മൾ എഴുതിയേക്കുന്ന ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിച്ചുവിടുന്നു. അതാണ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. Traced in the clockwise direction from the expansion curve lies above the compression curve. അതായത് W1 greater than W2. expansion curve lies above the compression curve. അതിതാ. So area is positive. അത് മതി. അതിന് തിരിച്ചാണെങ്കിൽ ഏരിയ നെഗറ്റീവായിട്ട് വരും. അല്ലെങ്കിൽ അവിടെ ഇവിടെ നെറ്റ് വർക്ക് ഡൺ, അതിന്റെ ബാക്കി ഏരിയ ഈസ് പോസിറ്റീവ് ആൻഡ് നെറ്റ് വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് ബൈ ദി സിസ്റ്റം. നെറ്റ് വർക്ക് ഡൺ ഈസ് ബൈ ദി സിസ്റ്റം. ഓക്കെ, തിരിച്ചാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ഇത് ഓർത്തിരുന്നാൽ മതിയാവില്ല. അത്രയും കാര്യങ്ങൾ മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുകയോ ചോദിക്കുകയോ ചെയ്യാം. മനസ്സിലായോ? ശരി, മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ നോക്കാം, ഞാൻ ഓൾറെഡി ഒരു ഡയഗ്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ എന്നെടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് രണ്ട് കാര്യത്തിന് ഉപയോഗിക്കും. ആർക്കെങ്കിലും പറയാമോ എന്തിനൊക്കെ ആയിരിക്കും? ദി ഹീറ്റ് സപ്ലൈഡ് വിൽ ബി യൂസ്ഡ് ഫോർ ടു പർപ്പസസ്. ആർക്കെങ്കിലും പറയാമോ? ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ലിക്വിഡിന്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ അല്ലെ അതിനകത്തെ പാർട്ടിക്കിൾസിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും, രണ്ടാമതൊരു ഭാഗം ഉപയോഗിക്കുന്നത് വർക്ക് ചെയ്യാനും വേണ്ടിയാണ്. ഇവിടെ വർക്കുണ്ട്. ഈ ഹീറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ വർക്ക് ഉണ്ടായത്. സോ ദി ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിംഗ് ഇറ്റ്സ് ഇന്റേണൽ എനർജി ആൻഡ് യൂസ്ഫുൾ വർക്ക്. രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അതായത് നിങ്ങൾ ഇവിടെ കൊടുത്ത എനർജി, അതായത് ഡെൽറ്റ ക്യൂ ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിംഗ് ഇന്റേണൽ എനർജി, അത് ഡെൽറ്റ യു ആണ്, പ്ലസ് വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ആ ഫസ്റ്റ് ലോ പറയുന്നത് if some heat is supplied to a system which is capable of doing വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ് എങ്കിൽ the quantity of heat absorbed by the system, അത് അബ്സോർവ് ചെയ്യുന്ന ആ സിസ്റ്റം അബ്സോർവ് ചെയ്യുന്ന എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്, അത് ഈക്വൽ ടു സം ഓഫ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ആൻഡ് യൂസ്ഫുൾ വർക്ക് ഡൺ എന്നാണ്. മനസ്സിലായോ? ഒന്ന് നോട്ട് ചെയ്തേ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇവിടം തൊട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം പോകുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്.
First law of thermodynamics. If some heat is supplied to a system, if some heat is supplied to a system, which is capable of doing work, if some heat is supplied to a system which is capable of doing work, comma, then the quantity of heat absorbed, by the system which is capable of doing work, by the system which is capable of doing work, then the quantity of heat absorbed by the system. ഞാൻ അവിടെ ഒരു ചെറിയ റിപ്പറ്റീഷൻ വന്നിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ പറയാം. If the heat supplied to a system which is capable of doing work, then the quantity of heat absorbed by the system, പിന്നെയും എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്തെന്ന് തോന്നുന്നു, കേപ്പബിൾ ഓഫ് ഡൂയിങ് വർക്ക്. അത് വേണ്ട, അതൊന്ന് ക്യാൻസൽ ചെയ്ത് തരാം. Quantity of heat absorbed by the system will be equal to the sum of increase in its internal energy, sum of increase in its internal energy and the external work done by the system on the surrounding. External work done by the system on the surrounding. External work done by the system on the surrounding. That is delta Q is equal to delta U plus delta W. Delta Q is equal to delta U plus delta W. Delta Q is equal to delta U plus delta W. അപ്പോൾ നിങ്ങൾ ഓരോന്നും എഴുതണേ, ചുമ്മാതെ ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ്, ഡെൽറ്റ യു increase in internal energy, അല്ലെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇൻക്രീസ് ആണല്ലോ വരിക ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. Then delta W, work done by the system, work done by the system, work done by the system. ശരി, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇച്ചിരി മുമ്പ് നമ്മൾ അവിടെ ചെയ്ത് തന്നെയാണ്, ഒന്നുകൂടെ അങ്ങ് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. അതായത് വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഡി എക്സ് ആണ്. അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്, പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് പ്രഷർ ഇൻറ്റു ഡി വി എന്ന് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന്, അല്ലെങ്കിൽ പി ഡി വി, പി ഡെൽറ്റ വി എന്ന്, ഡെൽറ്റ വി എന്ന് തന്നെ കിടക്കട്ടെ, ഡെൽറ്റ ആണല്ലോ, പി ഡെൽറ്റ വി എന്ന് എഴുതാം, പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പൊ നമുക്ക് ആ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക ഈ ഇക്വേഷനാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. But delta W is equal to F into dx or P into A dx or P into delta V.
Therefore, delta Q is equal to delta U plus P into delta V. Delta Q is equal to delta U plus P into delta V. എഴുതിയല്ലേ അല്ലേ? അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ഞാൻ പറയാം, ക്വസ്റ്റ്യൻ പറയാം. നിങ്ങളെ ക്വസ്റ്റ്യൻ എഴുതിക്കേ. 1 gram of water at 100 degrees Celsius. 1 gram of water at 100 degrees Celsius is converted into steam at the same temperature. Is converted into steam at the same temperature. At the same temperature. 1 gram of water at 100 degrees Celsius is converted into steam at the same temperature. Full stop. If the volume of steam is 1671 centimeter cube, 1671 centimeter cube, 1671 centimeter cube, find the change in internal energy of the system. Find the change in internal energy of the system. Latent heat of steam is equal to 2256 joule per gram and 1 atmospheric pressure equals 1.013 into 10 raised to 5 Newton per meter. Newton per meter square area, meter square. ചെയ്തേ, എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. കാൽക്കുലേറ്റ് ദി ഫൈൻഡ് ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഡെൽറ്റ യു കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ യു കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് ശരിക്കും ചിന്തിക്കണം, ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. നിങ്ങൾ നോക്കിയാൽ ഡെൽറ്റ ക്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. ഡെൽറ്റ യു കണ്ടുപിടിക്കണം. പി തന്നിട്ടുണ്ട്. ഡെൽറ്റ വി തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ആലോചിച്ച് ചെയ്യണം. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കൂ, വാട്ടർ ആണ് എന്തായിട്ട് മാറുന്നത്? സ്റ്റീം ആയിട്ട് മാറുന്നത്. അപ്പം ഡെൽറ്റ വി എന്ന് പറഞ്ഞത് വാട്ടറിന്റെ വോളിയവും സ്റ്റീമിന്റെ വോളിയവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതാണ് നമ്മുടെ ഡെൽറ്റ യു എന്ന് പറയുന്നത്. അതിൽ സ്റ്റീമിന്റെ വോളിയം തന്നിട്ടുണ്ട്, വാട്ടറിന്റെ വോളിയം തന്നിട്ടില്ല. അപ്പൊ പിന്നെ വാട്ടറിന്റെ വോളിയം കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പൊ വോളിയം ഓഫ് വാട്ടർ ആദ്യം കണ്ടുപിടിക്കുക. വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പൊ വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി ആണ്. സോ ഐ റൈറ്റ് മാസ് ബൈ ഡെൻസിറ്റി. മാസ് എത്രയാണ്? 1 ഗ്രാം ആണ്. അതായത് 10⁻³ കിലോഗ്രാം ആണ്. 10⁻³ ഡിവൈഡ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി എപ്പോഴും നിങ്ങൾക്ക് അറിയാം എത്രയാ? 10⁻³ വാട്ടറിന്റെ ഡെൻസിറ്റി 10⁻³ അപ്പൊ ഈ 10⁻³ ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു 10⁻⁻⁶. ദാ
വോളിയം കിട്ടി, വാട്ടറിന്റെ വോളിയം കിട്ടി, സ്റ്റീമിന്റെ വോളിയവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഡെൽറ്റ ക്യൂ ഇല്ല. ഡെൽറ്റ യു കണ്ടുപിടിക്കണം. പി തന്നിട്ടുണ്ട്. ഡെൽറ്റ വി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പോഴും ഡെൽറ്റ ക്യൂ ഇല്ല. എത്ര ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്തത് എന്നില്ല. അതായത് അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ആണ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അങ്ങനെ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സ്റ്റേറ്റ് ചേഞ്ച് നിങ്ങൾ പലത് പഠിച്ചിട്ടുണ്ട്. അതായത് ഐസ് ലിക്വിഡായിട്ട് മാറുന്നു, സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നു. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അതെങ്ങനെ കണ്ടുപിടിക്കും? MLF മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് വാട്ടർ, ആ വാട്ടർ ബോയിൽ ചെയ്തിട്ട് സ്റ്റീമായിട്ട് മാറുന്നു, വാട്ടർ സ്റ്റീമായിട്ട് മാറുന്നു. അന്നേരത്തെ കണ്ടുപിടിക്കാൻ MLV മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് സ്റ്റീമിൻ്റെതെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ MLF കണ്ടുപിടിച്ചാൽ മതി. ഹീറ്റ് അബ്സോർഡ്, ഹീറ്റ് അബ്സോർഡ് എന്ന് പറയുന്നത് M ഇൻറ്റു LV ആണ്. M നിങ്ങൾക്കറിയാം, LV തന്നിട്ടുണ്ട്. ഇപ്പോ എല്ലാമായി. ഡെൽറ്റ ക്യൂ ഉണ്ട്, പി ഉണ്ട്, ഡെൽറ്റ വി നിങ്ങൾ കണ്ടുപിടിക്കണം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ യു കണ്ടുപിടിക്കാം. മനസ്സിലായോ? ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് എ മെസ്സേജ്. ഈ പ്രോബ്ലം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയൂ. റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ പ്രോബ്ലമാണ്. ആരുമില്ല? എല്ലാവർക്കും മനസ്സിലായി? ഒന്നെങ്കിൽ യു റൈസ് യുവർ ഹാൻഡ്സ്, അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യുക. കാരണം മൈക്രോഫോൺ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ യു ആണ്. നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ, അതായത് എത്ര ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു ആ ഹീറ്റാണ് ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ആകുന്നത്. ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ തന്നിട്ടുള്ളത് M തന്നിട്ടുണ്ട്. വോളിയം ഡെൽറ്റ വി എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്റ്റീം മൈനസ്, അല്ലെ വോളിയം ഓഫ് സ്റ്റീമും വോളിയം ഓഫ് വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വോളിയം ഓഫ് സ്റ്റീം തന്നിട്ടുണ്ട്, പക്ഷെ വോളിയം ഓഫ് വാട്ടർ തന്നിട്ടില്ല. അതുകൊണ്ട് വാട്ടറിന്റെ മാസും ഡെൻസിറ്റി ഉപയോഗിച്ചിട്ട് വോളിയം ഓഫ് വാട്ടർ കണ്ടുപിടിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഇനി നമ്മൾ ഈ ഇക്വേഷനെ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. ഡെൽറ്റ ക്യൂവിന് പകരം M ഇൻറ്റു LV ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു, അല്ലെ, പി ഇൻറ്റു എന്താണ്, ഏതിന്റെ വോളിയമാണ്? വോളിയം ഓഫ് സ്റ്റീം മൈനസ്, അതാണല്ലോ കൂടുതൽ, വോളിയം ഓഫ് വാട്ടർ. ഇതാ ഇനി എല്ലാം ഉണ്ട്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു M ഇൻറ്റു LV മൈനസ് പി ഇൻറ്റു VS മൈനസ് VW. ഓരോന്നും വാല്യൂ ഇട്ട് കൊടുത്തേ. മാസ് എത്രയാണ്? മാസ് എത്രയാണ്? ഇവിടെ ഉണ്ടല്ലോ, 10⁻³ കിലോഗ്രാം. 10⁻³ കിലോഗ്രാം ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് എത്രയാണ്? 2256 ജൂൾ പെർ ഗ്രാം. അത് കിലോഗ്രാം ആക്കണം. അപ്പോൾ എങ്ങനെയാക്കും? ഇവിടെ തന്നെ അങ്ങ് ചെയ്തേക്കാം. 2256 ഡിവൈഡ് ബൈ ജൂൾ പെർ കിലോഗ്രാം. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 10⁻³ അപ്പൊ ഇത് മേളിൽ ചെല്ലുമ്പോൾ 2256 ഇൻറ്റു 10⁻³ എന്ന് വരും. അപ്പൊ 2256 ഇൻറ്റു 10⁻³ മൈനസ് പ്രഷർ തന്നിട്ടുണ്ടല്ലോ 1.013 ഇൻറ്റു 10⁵ ഇൻറ്റു വോളിയം ഓഫ് സ്റ്റീം നമ്മൾ തന്നിട്ടുണ്ട് 1671 സെന്റിമീറ്റർ ക്യൂബ്. സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കണം. അതിനെന്താ ചെയ്യുക?
സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻². അപ്പൊ അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ 10⁻⁻6. a⁻m the whole raised to n, a⁻m into n മൈനസ് വോളിയം ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. അതെത്രയാണ്? 10⁻⁻6 ആണ്. എല്ലാം ആയിട്ടുണ്ട്. ദാ ഈ 10⁻⁻3 പ്ലസ് 3 കൂടെ അങ്ങ് പോയി കഴിയുമ്പോൾ 2 2 5 6 മൈനസ് 1.013 ഇൻറ്റു 10⁵ ഇൻറ്റു ഇവിടെയും 10⁻⁻6 ഇവിടെയും 10⁻⁻6. അപ്പൊ 10⁻⁻6 കോമൺ എടുക്കും. 1671 മൈനസ് 1 അതായത് 1670. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. 2256 മൈനസ് അത് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇത് 10⁻⁻1 വരും. 1.013 ഇൻറ്റു 10⁻⁻1 ഇൻറ്റു 1670 എന്ന് വരും. ഈ 10⁻⁻ എടുക്കുമ്പോൾ ഈ 0 അങ്ങ് പോകും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തുനിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ. കുട്ടികളെ മനസ്സിലായോ? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുവോ? കുട്ടികളെ മനസ്സിലായോ? ആരെങ്കിലും ഉണ്ടോ മനസ്സിലാകാത്തവര്? ഇല്ല, എന്നാ പിന്നെ ചെയ്തോളൂ. കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? അതായത് 2256 മൈനസ് ഇത് ചെയ്യുമ്പോൾ എത്ര വരിക? 167 ഇൻറ്റു 1.013 169.71 വരും അല്ലേ? 17 വരും. 17. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 171 വരും. ഇത് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പം 2256.000 169.1719286 2086 2086.829 ജൂൾ എന്ന് വരും. ഇതാണ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി. ഇനി നമ്മൾ
സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് പഠിക്കും. അതിനകത്തൊരു മേഴ്സ് ലോ ഉണ്ട്, അതും പഠിക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോളാർ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്, മോളാർ സ്പെസിഫിക് ഹീറ്റ് എടുക്കുന്നത്. പക്ഷെ മോളാർ സ്പെസിഫിക് ഹീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ഉണ്ട്, മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിനെ നമ്മൾ CV എന്ന് പറയും. മോളാർ സ്പെസിഫിക് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിനെ നമ്മൾ CP എന്നും പറയും. അപ്പൊ അതെന്താണെന്നുള്ളത് സിമ്പിൾ ആണ്. എന്താണ് ഈ സി? നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാകും നിങ്ങളെ. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് പഠിച്ചതാണ്. എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അവിടെ പഠിച്ചത്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 degree. അല്ലെ, 1 kilogram സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 degree റൈസ് ചെയ്യാനായിട്ട് ആവശ്യമായ 1 kilogram സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 degree റൈസ് ചെയ്യാനായിട്ട് ആവശ്യമായ ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അല്ലെ, എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റാ. അപ്പൊ ഒരു മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 degree സെൽഷ്യസ് റൈസ് ചെയ്യുവാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ്. അല്ലെ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് ത്രൂ 1 degree സെൽഷ്യസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വോളിയം അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് ത്രൂ 1 degree സെൽഷ്യസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത്. നിങ്ങൾ അത് നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലോ പറയാനായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് എഴുതിക്കേ, മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇത് എഴുതിയാലേ നമുക്ക് മേഴ്സ് ലോ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. It is the amount of heat required. It is the amount of heat required to raise the temperature of. It is the amount of heat required to raise, RAISE, raise the temperature of 1 mole of a gas, 1 mole of a gas through 1 degree Celsius, through 1 degree Celsius at a constant volume, at a constant volume. In bracket you write CV, suffix ആണ്, V suffix ആണ്. At a constant volume, in bracket you write CV. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോൾ ഇത് തന്നെയാണ്. to amount of heat required to rise the temperature of 1 mole of a gas through 1 degree Celsius at a constant pressure. അതും എഴുതിക്കോ, മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. Molar specific heat at a constant pressure. It is the amount of heat required. It is the amount of heat required
to raise the temperature of 1 mole of a gas, 1 mole of a gas through 1 degree Celsius at a constant pressure, through 1 degree Celsius at a constant pressure. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഒരു ഗ്യാസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് വോളിയമാണ്, പ്രഷറിനെ വ്യത്യാസം വരത്തുള്ളൂ, വോളിയത്തിന് വ്യത്യാസം, വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മളൊരു ഗ്യാസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന എനർജി മൊത്തം, അവിടെ വോളിയത്തിന് വ്യത്യാസം വരുന്നില്ല, അപ്പൊ അവിടെ വർക്ക് ഡൺ വരുന്നില്ല. അവിടെ വർക്ക് ഡൺ ഉണ്ടെങ്കിൽ വോളിയം കൂടണം, ഇവിടെ കോൺസ്റ്റന്റ് വോളിയം, വർക്ക് ഡൺ വരുന്നില്ല. അപ്പൊ ഈ കൊടുക്കുന്ന എനർജി മുഴുവൻ ഇന്റേണൽ എനർജിക്ക് കൂടാനായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നാൽ കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ കുറച്ച് ഭാഗം ഇന്റേണൽ എനർജി കൂടാനും കുറച്ച് ഭാഗം വർക്ക് ഡണ്ണിനും വേണ്ടി ഉപയോഗിക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? അതായത് ഞാൻ വീണ്ടും പറയുന്നു, കോൺസ്റ്റന്റ് വോളിയമാണ്, അതായത് നമ്മൾ മുമ്പേ എടുത്തതാണ്. അപ്പം അവിടെ വോളിയത്തിന് വ്യത്യാസം വരുന്നില്ല. കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ, ഈ പിസ്റ്റൺ മുകളിലോട്ട് നീങ്ങത്തില്ല, കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ വർക്ക് ഡണ്ണിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്, പകരം എന്താണ്, ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് അങ്ങനല്ല, വോളിയത്തിന് വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മുകളിലോട്ട് മൂങ്ങും എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ഡൺ ഉണ്ടാകും. മനസ്സിലായോ നിങ്ങളെ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. എഴുതുക, when a gas is heated at a constant volume, when a gas is heated at a constant volume, all the heat supplied is used to increase the temperature or internal energy, used to increase the temperature or internal energy of the gas, used to increase the temperature or internal energy of the gas. Next, when a gas is heated at a constant pressure, the heat supplied is used. Partially to increase the internal energy, and partially to do external work, against external pressure, Therefore, Cp is always greater than Cv. Therefore, Cp is always greater than Cv. പിന്നെ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, the difference between Cp and Cv, അല്ല Cp minus Cv, അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ Cp and Cv.
difference between Cp and Cv is equal to amount of heat equivalent is equal to amount of heat equivalent to the work performed. അത് ഞാൻ കാണിച്ചു തരാം. amount of heat equivalent to the work performed. കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് പറയാം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ആദ്യ കോൺസ്റ്റന്റ് വോളിയം, അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമുക്ക് എന്താ എഴുതാം? സി വി ഈസ് ഈക്വൽ ടു എന്ത് വരും പറ? സി വി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇത് എവിടുന്നാ കിട്ടിയെന്ന് ഞാൻ പറയാം. ഇങ്ങോട്ട് നോക്കിക്കോ. നമ്മൾ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ എം 1 ആണ്. കാരണം നമ്മൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, സി വി എടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് എന്താണ്? 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ 1 കിലോഗ്രാം. ഇവിടെ എം 1 എന്ന് എടുത്തു കഴിയുമ്പോൾ സി എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണ് സിക്ക് പകരം ഞാൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പൊ സി എച്ച് വി എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പം ഇതിനെന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെയും ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പക്ഷെങ്കിൽ ഇത് 0 അല്ലേ? ചേഞ്ച് ഇൻ വോളിയം ഇല്ലല്ലോ, കോൺസ്റ്റന്റ് വോളിയം. ഡെൽറ്റ വി 0 ആണ്. അപ്പൊ ഇതെന്ത് മാത്രമേ ഉള്ളൂ? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. കാരണം ഡെൽറ്റ വി 0 ആണ്, ചേഞ്ച് ഇൻ വോളിയം ഇല്ല. അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി 0 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? സി വി എന്ന് പറയുന്നത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആണ്. കുട്ടികളെ മനസ്സിലായോ? ഇവിടെ കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ്, അപ്പൊ പിന്നെ ചേഞ്ച് വോളിയം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഡെൽറ്റ വി 0 ആയതുകൊണ്ട് ഈ ഭാഗമേ 0 ആവും. ഇവിടെ എഴുതിയാൽ മതി സിൻസ് ഡെൽറ്റ വി 0. കുട്ടികളെ മനസ്സിലായോ? ഇനി ഇത് നമ്മൾ എന്താ പറയുക? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ, മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മെസ്സേജ് അയച്ചായിരുന്നോ? ഞാൻ കണ്ടില്ല. ഒരു മിനിറ്റ്. ആരെങ്കിലും മെസ്സേജ് അയച്ചായിരുന്നോ? റിപ്പീറ്റ് ചെയ്യാമോ? റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കിക്കോ. വെരി ഗുഡ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ നോക്കുക. ഞാൻ എല്ലായിടത്തും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ ആണല്ലോ? ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സി ആണ്. അപ്പൊ സി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുക്കുമ്പോൾ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുക്കണം. പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുക്കണം. വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടോ? ഇല്ല. അപ്പം ഡെൽറ്റ വി 0 ആയതുകൊണ്ട് സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് എടുക്കാം. കാരണം എന്താണ്? ഡെൽറ്റ വി 0 ആയതുകൊണ്ട് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് 0 ആയിട്ട് മാറി. ഇപ്പോൾ പിടികിട്ടിയോ? റിപ്പീറ്റ് ചെയ്യാമെന്ന് ചോദിച്ച ആളിന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ അത് ഇനി നമ്മൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എടുക്കാൻ പോവാം. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ എടുക്കുമ്പോൾ എന്ത് വരും? ഡെൽറ്റ ക്യൂ ബൈ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എടുക്കാൻ പോവാം. വീണ്ടും ഞാൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതെന്ന് പറയുന്നത് സി പി ആണ്. സി പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി. ഇവിടെ വോളിയമാ, പക്ഷേ പ്രഷറാ കോൺസ്റ്റന്റ്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ ആണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും.
മനസ്സിലായോ? ഇതിനകത്തുനിന്ന് നിങ്ങൾ സി പി മൈനസ് സി വി എടുത്ത്, അതായത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി മൈനസ് സി വി എന്ന് പറയുന്നത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് വരും. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ എഴുതാം. ഇവിടെ എഴുതേണ്ട കാര്യമില്ല, ഇവിടെ ഇന്റേണൽ എനർജി അല്ലേ. അപ്പൊ ഇത് പോയി കഴിഞ്ഞ് ബാക്കി വരുന്നത് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നാണ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കണ്ടോ കുഞ്ഞുങ്ങളെ? കണ്ടോ? സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ്. ബട്ട് യു നോ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി, N1 അപ്പൊ ആർ ടി എന്ന് എടുക്കാം. പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്നെടുക്കാം. എല്ലാത്തിനെയും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പൊ ഡെൽറ്റ പി വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആർ കോൺസ്റ്റന്റാ, ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും അല്ലെ? അല്ലെങ്കിൽ പി കോൺസ്റ്റന്റ് ആണല്ലോ, കോൺസ്റ്റന്റ് പ്രഷർ പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ആർ എന്ന് കിട്ടും. അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് എടുക്കാം? സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് പകരം ആർ എന്ന് കൊടുക്കാം. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. സി പി മൈനസ് സി വി, ഇതിനെയാണ് മേയേഴ്സ് ഫോർമുല എന്ന് പറയും. MEYERS, മേയേഴ്സ് ഫോർമുല എന്ന് പറയും. മേയേഴ്സ് ഫോർമുല എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സി പിയും സി വിയും വർക്കിന്റെ യൂണിറ്റിലാണെങ്കിൽ, അതായത് എന്താ പറയുക, ജൂൾ പെർ കലോറി ആണ് എങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ ഇരിക്കും. അതല്ല ഹീറ്റിന്റെ യൂണിറ്റിലാണ് എങ്കിൽ നിങ്ങൾ അതിനെ മാറ്റണം, ജൂൾ പെർ കലോറി ആക്കണം കേട്ടോ. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഇത് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. മേയേഴ്സ് ലോ എന്നാണ് ഇതിനെ പറയുന്നത്, മേയേഴ്സ് ലോ. എഴുതി കഴിഞ്ഞാ കുഞ്ഞുങ്ങളെ? ഇതിനെ മേയേഴ്സ് ലോ എന്നാണ് പറയുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, ഒന്ന് എഴുതിക്കേ. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാം, വേഗം വേണേ. ക്വസ്റ്റ്യൻ പറയട്ടെ? എഴുതി കഴിഞ്ഞാ ക്വസ്റ്റ്യൻ പറയട്ടെ? ആരെങ്കിലും ഒരു റിപ്ലൈ തരൂ. എഴുതി കഴിഞ്ഞാ ക്വസ്റ്റ്യൻ പറയട്ടെ? യെസ് യെസ്, വെരി ഗുഡ്. എന്നാ ക്വസ്റ്റ്യൻ എഴുതിക്കോ. കാൽക്കുലേറ്റ് ദി സ്പെസിഫിക് ഹീറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. കാൽക്കുലേറ്റ് ദി സ്പെസിഫിക് ഹീറ്റ് at a constant volume for a gas. Calculate the specific heat at a constant volume for a gas. അപ്പോൾ അതിൻ്റെ അത് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് 6.85 calorie, 6.85 calorie per mole Kelvin. Per mole Kelvin. Per mole Kelvin. Comma. R is equal to 8.31 joule per mole Kelvin. Joule per mole Kelvin.
J is equal to 4.18 joule per mole Kelvin. Sorry, joule per calorie. Joule per calorie. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി സ്പെസിഫിക് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് സി വി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സി പി തന്നിരിക്കുന്നത് കലോറിയിലാണ്, കലോറി പെർ മോൾ കെൽവിനിലാണ്. പക്ഷെ ആർ തന്നിരിക്കുന്നത് ജൂൾ പെർ മോൾ കെൽവിനിലാണ്. നമ്മുടെ ഇക്വേഷൻ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ എന്നാണ്. അതായത് ഇത് രണ്ടും ഏത് യൂണിറ്റിലാണോ ആ യൂണിറ്റിൽ തന്നെ ആയിരിക്കണം ഇത്. ശരിയല്ലേ? ഇത് രണ്ടും ഏത് യൂണിറ്റിലാണോ ആ യൂണിറ്റ്, കാരണം എൽ എച്ച് എസിന്റെ ആർ എച്ച് എസിന്റെ യൂണിറ്റ് ഈക്വൽ ആയിരിക്കണമല്ലോ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആർ എച്ച് എസ് റൈറ്റ് സൈഡ് ജൂൾ പെർ മോളിലും ലെഫ്റ്റ് സൈഡ് കലോറി പെർ മോളിലുമാണ്. അപ്പൊ നിങ്ങൾ അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഈ സാധനം തന്നിരിക്കുന്നത്. അതായത് ഇക്വേഷൻ നിങ്ങൾ അന്നേരം മാറ്റണം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ബൈ ജെ എന്നെടുക്കണം. ശരിയാണോ നോക്കാം. ആർ എത്ര? ജൂൾ പെർ മോൾ കെൽവിൻ ഡിവൈഡ് ബൈ ജെ എന്ന് പറയുന്നത് ജൂൾ പെർ കലോറിയാണ്. ഡിവൈഡ് ചെയ്യാൻ റെസിപ്രോക്കൽ കൊണ്ട് ഇൻഡു ചെയ്യണം. കലോറി ബൈ ജൂൾ, ജൂളും ജൂളും പോയി, കിട്ടി കലോറി പെർ മോൾ കെൽവിൻ, കലോറി പെർ മോൾ കെൽവിൻ. അപ്പം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേ യൂണിറ്റിലാവും. എന്നാലേ നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ടും ഒരു യൂണിറ്റിലായിരിക്കണം. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ആർ ബൈ ജെ എന്ന് എഴുതിയത് എന്നുള്ളത്? കുഞ്ഞുങ്ങളെ മനസ്സിലായോ? ആരും ഒന്നും പറയുന്നില്ല. എന്തൊരു കഷ്ടമായത്. മനസ്സിലായോ? ഇനി നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നിങ്ങളോട് സി വി ആ ചോദിച്ചിരിക്കുന്നത്. സി വി എന്ന് പറയുന്നത് സി പി മൈനസ് ആർ ബൈ ജെ ആണ്. സി പി തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 6.85 മൈനസ് ആർ ഉണ്ട് 8.31 ഡിവൈഡ് ബൈ ജെ ഉണ്ട് 4.18. അതായത് 6.85 മൈനസ് ഇത് സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ കിട്ടും. മക്കളെ എഴുതിയോ? എല്ലാരും എഴുതിയോ? ഇത് ഡിവൈഡ് ചെയ്യണേ. അപ്പൊ ഏതാണ്ട് 1.98 വരും. 1.98. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാം. 6.85 മൈനസ് 1.98 4.87 എന്ന ആൻസർ കിട്ടും. 4.87 കലോറി പെർ മോൾ കെൽവിൻ. കലോറി പെർ മോൾ കെൽവിൻ. അപ്പൊ ആ കൺവേർഷൻ ഓർത്തോണം. നമുക്ക് എപ്പോഴും ഒരു യൂണിറ്റ് ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. വർക്കിന്റെ യൂണിറ്റിലാണെങ്കിൽ കുഴപ്പമില്ല, 6 തന്നെ ഇട്ടാൽ മതി. പക്ഷെ ഹീറ്റിന്റെ യൂണിറ്റിൽ തരുമ്പോഴാണ് കലോറി പെർ ഇത് ഹീറ്റിന്റെ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജൂളാ, കലോറി എന്ന് പറയുന്ന ഹീറ്റിന്റെ യൂണിറ്റാ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളിവിടെ വർക്കല്ലല്ലോ, ഹീറ്റ് അല്ലേ. അപ്പൊ ഹീറ്റിന്റെ യൂണിറ്റിലേക്ക് മാറ്റണം, കലോറി പെർ മോളിലേക്ക് മാറ്റണം. അപ്പൊ ഈ ജൂളിനെ കൂടെ നമ്മൾ കലോറി പെർ മോളിലാക്കാനാണ് ജെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് 1J എന്ന് പറയുന്നത് 4.18 ജൂൾ പെർ കലോറിയാണ്. കുഞ്ഞുങ്ങളെ മനസ്സിലായോ? കുട്ടികളെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
നമ്മൾ ആ ചാപ്റ്ററിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. അതായത് തെർമോഡൈനാമിക് പ്രോസസ് ആണ് ഇനിയുള്ളത്. ഐസോതെർമൽ പ്രോസസ്സ്, അഡിയാബാറ്റിക് പ്രോസസ്സ്, അത് കഴിഞ്ഞിട്ട് ഹീറ്റ് എഞ്ചിന്. അത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ അകത്ത് ഇനി നിങ്ങൾക്ക് അവശേഷിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏറെക്കുറെ തീർത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സൈക്ലിക് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു, അതായത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ളത് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രിക്കകത്ത് നിങ്ങൾ അത് പഠിക്കേണ്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേയേഴ്സ് ഫോർമുല പറഞ്ഞു. മേയേഴ്സ് ഫോർമുല സി പി മൈനസ് സി വി, അതും നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴും നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രോസസ് ആണ്. അതായത് സത്യത്തിൽ തെർമോഡൈനാമിക് പ്രോസസ് 4 എണ്ണമുണ്ട്. ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, ഐസോബാറിക് പ്രോസസ് ഉണ്ട്, ഐസോകോറിക് പ്രോസസ് ഉണ്ട്, അഡിയാബാറ്റിക് പ്രോസസ് ഉണ്ട്. അതായത് നമുക്ക് 3 പാരാമീറ്റേഴ്സ് ആണ്. ടെമ്പറേച്ചർ ഒന്ന്, ടെമ്പറേച്ചർ ഉണ്ട്, അത് കഴിഞ്ഞ് പ്രഷർ ഉണ്ട്, അത് കഴിഞ്ഞ് വോളിയം ഉണ്ട്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ് ആണ് ഐസോതെർമൽ. തെർമോ ഹീറ്റ്, ടെമ്പറേച്ചർ. അത് ഐസോതെർമൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്നതാണ്. പിന്നെ ഐസോബാറിക്, ബാർ എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്നതാണ്. അപ്പോൾ ഐസോകോറിക് എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്നതാണ്. അഡിയാബാറ്റിക് എന്ന് പറയുന്നത് ഇതിൽ നിന്നുമെല്ലാം ഡിഫറന്റ് ആണ് കേട്ടോ. അതായത് നോ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അഡിയാബാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട്